നമ്മുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 2 PDF ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. ഇതിലേക്കുള്ള ആക്സസ് ഇമെയിൽ വഴിയാണ്, ഇമെയിൽ ID വഴിയാണ് നിങ്ങൾക്ക് തരിക. ഇമെയിൽ വഴി നിങ്ങൾക്ക് ഇതിലേക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ഒന്നാമത്തെ PDF തന്നെ 700 GB കളക്ഷനാണ്. അതായത് 1,00,000-ലധികം ഫയലുകൾ ഇതിലുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് പരിശോധിക്കാം. ഇവിടെ ഒന്നാമത്തെ ഫോട്ടോഷോപ്പ് കളക്ഷൻ. ഇതിൽ തന്നെ അതിൻ്റെ ഫയലുകൾ എത്ര ഉണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എത്ര ഫോൾഡർ ഉണ്ട്, ഓരോന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ഫോൾഡറുകൾ, അതിൻ്റെ ഉള്ളിൽ വേറെ ഫോൾഡറുകൾ, അങ്ങനെ ഒരുപാട് ഫയലുകൾ കാണാൻ സാധിക്കും. അതുപോലെ കോറൽ ഡ്രോ കളക്ഷൻ, അതിനാവശ്യമായിട്ടുള്ള എത്ര സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് അറിയും. ലോഗോസ്, അതുപോലെ തന്നെ ഫോൺസ്, ഇത്രയധികം ഫോണ്ടുകൾ കേട്ടോ. ഓരോ വിഭാഗത്തിൽപ്പെട്ട ഓരോരോ വിധത്തിലുള്ള 3D ഫോണ്ടുകളും മറ്റുള്ള ഫോണ്ടുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. മോക്കപ്പ് ഫയലുകൾ, PNG ഇമേജുകൾ കളക്ഷൻ, PNG ഫയലുകൾ, അതിൽ നമ്മൾ നോക്കിയാൽ അറിയാം ഒരുപാട് കാറ്, ഫുഡ്സ്, മണി, അങ്ങനെ തുടങ്ങി കുറേ സാധനങ്ങൾ, അതിൻ്റെയൊക്കെ PNG ഫയലുകൾ, ആനിമൽസ്, ബേബീസ്, ഇതൊക്കെ നമുക്ക് പിന്നെ എഡിറ്റിങ്ങിന് ആവശ്യമായി വരുന്ന സാധനങ്ങൾ. അതുപോലെ അഡോബി ഇല്ലുസ്ട്രേറ്ററിൻ്റെ കളക്ഷൻ, 8ാമത്തെ അഡോബ് പ്രീമിയർ പ്രോൻ്റെ കളക്ഷൻ അതൊന്നേ ഉള്ളൂ. അഡോബ് ആഫ്റ്റർ എഫക്റ്റിൻ്റെ കളക്ഷൻ കുറേ ഉണ്ട്. അഡോബ് ഇൻഡിസൈനിൻ്റെ കളക്ഷൻ, അതുപോലെ തന്നെ പവർ പോയിൻ്റ് കളക്ഷൻ, കലണ്ടർ, അതേപോലെ തന്നെ പ്രീസെറ്റ് ഡൗൺലോഡ് കളക്ഷൻ. പ്രീസെറ്റിൻ്റെ ഏതൊക്കെ വരുന്നത് നോക്കാം. ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ, ലൈറ്റ് റൂം, ഇതൊക്കെയാണ് വരുന്നത്. ഫോട്ടോഷോപ്പ് പവർ പാക്ക് കളക്ഷൻ, അതുപോലെ അത് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റർ പവർ പാക്ക്, കോറൽ ഡ്രോ പവർ പാക്ക് കളക്ഷൻ, സിംഗിൾ ബണ്ടിൽ, ന്യൂ കളക്ഷൻ ഓഫ് കോറൽ, ഇമേജ് റിസോഴ്സർ കളക്ഷൻ. ഇതിലൊക്കെ ഒരുപാട് ഫയലുകൾ, ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. പട്ടികയായിട്ട് കോളമായിട്ട് പിന്നെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അവസാനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇതൊക്കെ ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഒരു പക്ഷേ ഇതിൻ്റെ സോഴ്സിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കിട്ടിയാൽ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങളുടേതായ പ്ലേസിലേക്ക് എന്താണ് അതിനെ മാറ്റി പ്ലേസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതൊരു മുന്നറിയിപ്പാണ്. ഇതുവരെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അത് അഥവാ നഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും ഫയലുകൾ ചിലപ്പോൾ തുറക്കാൻ സാധിക്കാതൊക്കെ വരാം, ഏതെങ്കിലുമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യാം, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും അതിനെ മാറ്റി പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വന്നാൽ അടുത്ത ഒരു PDF. ഇതിലുള്ളത് PNG ഫയൽസ്, അവാർഡ് PNG, മലയാളം ടൈപ്പോഗ്രഫി, സോഷ്യൽ മീഡിയ ഐക്കൺസ്, മലയാളം, അറബിക്, ഇംഗ്ലീഷ്, കന്നഡ ഫോൺസ്, HD ബാക്ക്ഗ്രൗണ്ട്സ്, 1000-ൽ പരം ഡിജിറ്റൽ പ്രൊഡക്ട്സ് ബണ്ടിൽ ഓഫർ, റെഡിമെയ്ഡ് 500-ലധികം AI അവതാർ റീൽസ് ബണ്ടിൽ, റെഡിമെയ്ഡ് റീൽസ് ബണ്ടിൽ, ക്യാൻവ ടെംപ്ലേറ്റ്, സോഷ്യൽ മീഡിയ ഇമേജ് ക്രിയേഷൻ കോഴ്സൊക്കെ ചിലപ്പോൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും കേട്ടോ. ആൾ ഇൻ വൺ ഡിജിറ്റൽ ബണ്ടിൽ. ഇതിലൊക്കെ ഓരോന്നും ഓപ്പൺ ചെയ്ത് പോയാൽ അതിൽ വീണ്ടും ഫോൾഡറുകളും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതിൽ വന്നാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ വീണ്ടും കളക്ഷൻസുകൾ കണ്ടില്ലേ. യൂസ്ഫുൾ വെബ്സൈറ്റ് ലിസ്റ്റാണ്. ഓരോന്നിനും ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ, ഫോണ്ട് ലഭിക്കാൻ കിട്ടേണ്ട വെബ്സൈറ്റുകൾ, അതുപോലെ തന്നെ ഹാക്കർമാർ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഓരോന്നിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അത് യൂസ്ഫുൾ വെബ്സൈറ്റിൻ്റെ ലിസ്റ്റുകളാണ്. അതിനെല്ലാം ഉപയോഗിക്കാം. അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ നോക്കിയിട്ട് അത് വേണ്ടി ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഉപയോഗപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഗ്രാഫിക് ബണ്ടിൽ വേറെ ഇതിൻ്റെ ഉള്ളിൽ PDF ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് എല്ലായിടത്തും കാണിച്ചു തരാൻ പറഞ്ഞാൽ തീരില്ല, അത്ര. അപ്പോൾ ലക്ഷക്കണക്കിന് ഫയലുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാം കൂടി കാണിച്ചു തരിക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ ഇത് വാങ്ങുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഫയലുകൾ ഉണ്ടാകും, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കുറേ ഫയലുകൾ ഉണ്ടാകും. ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. കാരണം ഡിജിറ്റൽ യുഗമാണ്, നമ്മൾ എന്തെല്ലാം പഠിക്കാനിരിക്കുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റർ ഡിസൈനിങ്ങും നമ്മൾ വീഡിയോ എഡിറ്റിങ്ങും മാത്രമാണ് നമുക്ക് അറിയാമെങ്കിൽ ഇനി വലിയ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ പഠിക്കൽ അനിവാര്യമായി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഉപയോഗമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 199 രൂപ മാത്രമേ ഉള്ളൂ. ഇത്രയും ലോ പ്രൈസിന് ഇത്രയും ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.